മനുഷ്യന്റെ അന്വേഷണത്വരയും ജിജ്ഞാസയുമാണ് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം. മനസ്സിലുയർന്ന ചോദ്യങ്ങൾക്ക് പിന്നാലെ അവൻ നടത്തിയ ഐതിഹാസികമായ യാത്രകൾ അനവധി പ്രപഞ്ചരഹസ്യങ്ങളെ ലോകത്തിന് വെളിപ്പെടുത്തി നൽകി. കഴിഞ്ഞ കാലങ്ങൾ വരെ മാനവരാശി തിരിച്ചറിഞ്ഞിട്ടില്ലാതിരുന്ന ജീവന്റെ രഹസ്യങ്ങളും മനുഷ്യ ശരീരത്തിൻ്റെ സങ്കീർണതകളും ഇന്ന് സജീവമായി പൊതുവേദികളിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അനേകം ശാസ്ത്രജ്ഞരുടെ കണ്ണുകളിലൂടെ അത്ഭുതകരമായ അനവധി യാഥാർത്ഥ്യങ്ങളെ ഇന്ന് നാം തിരിച്ചറിയുന്നു. ഈ ഭൂമിയിൽ മനുഷ്യൻ പിറവി കൊണ്ട കാലത്തോളം പഴക്കമുണ്ട് ശാസ്ത്രത്തിന്. ശാസ്ത്രം ഒരിക്കൽ മുന്നിൽ കണ്ട ലക്ഷ്യങ്ങളാണ് പിൽക്കാലത്ത് ലോകം തൊട്ടറിഞ്ഞത്. ശാസ്ത്രജ്ഞരുടെ സ്വപ്നങ്ങളാണ് ഓരോ കാലത്തും ലോകത്തെ മാറ്റിമറിച്ചതും. ഈ ആധുനിക യുഗത്തിലും ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നിരവധിയാണ്. ജീവിതം മുഴുവൻ അതിനായി മാറ്റിവെച്ച് രാപ്പകൽ അധ്വാനിക്കുന്ന അനേകർ നമുക്കിടയിലുണ്ട്. ഇന്നത്തെ ശാസ്ത്രലോകത്തിൻ്റെ മുന്നിലെ ഏറ്റവും സങ്കീർണമായ ലക്ഷ്യങ്ങളിൽ ചിലത് മനുഷ്യനുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. മനുഷ്യജീവനും അതിൻ്റെ സങ്കീർണതകളും മനുഷ്യൻ്റെ ഭാവി സാധ്യതകളും തുടങ്ങി ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളിൽ മുഴുകിയിരിക്കുന്ന അനേകം ശാസ്ത്രജ്ഞരുണ്ട്. അവരിൽ ഒരു വിഭാഗം ഇനി വരുന്ന ഒരു തലമുറയെ കൂടുതൽ മെച്ചപ്പെട്ട ഒന്നാക്കി മാറ്റുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഈ ലോകം അവരുടെ തിരിച്ചറിവുകളെ സാഗൂതം ഉറ്റുനോക്കുന്നു. ഇന്നോളം ജൈവസാങ്കേതിക രംഗത്ത് ശാസ്ത്രം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളും ഈ രംഗത്ത് അഗ്രഗണ്യരായ ശാസ്ത്രജ്ഞരുടെ തിരിച്ചറിവുകളും സ്വപ്നങ്ങളും മുൻനിർത്തി ഭൗതികവും ശാരീരികവുമായ കഴിവുകളിൽ പരിപൂർണതയുള്ള, മരണത്തെപ്പോലും അതിജീവിക്കാൻ കഴിഞ്ഞേക്കുന്ന ഒരു പുതിയ മനുഷ്യവർഗത്തെയാണ് ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ വിഭാവനം ചെയ്യുന്നത്. വിസ്തൃത ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിംഗ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ രസകരമായ ഒരു നിരീക്ഷണം പറയുന്നുണ്ട്. നമ്മുടെ മനുഷ്യ മസ്തിഷ്കം ഒരു ലബോറട്ടറിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കുകയാണ് എങ്കിൽ അത്തരം മനുഷ്യർ സൂപ്പർ ഹ്യൂമൻസ് ആയിരിക്കും അത്രേ. പോസ്റ്റ് ഹ്യൂമൻസ്, ഉത്തരമാനുഷിക മനുഷ്യർ. നമ്മൾ വലിയ ബുദ്ധിജീവികളാണ് മനുഷ്യർ, എന്നാലും നമ്മുടെ ബുദ്ധിക്കും പരിമിതിയുണ്ട്. കാരണം നമ്മുടെ തലച്ചോറിന് ഇത്രയും വലിപ്പമേ ഉള്ളൂ. കാരണം നമ്മളെല്ലാവരും ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ടവരാണല്ലോ. അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ പരിമിതികൾ നമ്മുടെ തലച്ചോറിൻ്റെയും പരിമിതിയായിട്ട് വളരുന്നുണ്ട്, അതിൻ്റെ വലിപ്പം പരിഗണിക്കുകയാണ് എങ്കിൽ. അതുകൊണ്ട് എന്നെങ്കിലും തലച്ചോറ് നമുക്ക് പുറത്ത് വളർത്തിയെടുക്കാൻ സാധിക്കുവാണെങ്കിൽ മനുഷ്യൻ അതിബുദ്ധിമാന്മാരായിട്ട് മാറാം, അപാരമായ കഴിവുകളും ശേഷികളുമുള്ള സൂപ്പർ ഹ്യൂമൻസായി മാറാമെന്ന്. ഇതിൻ്റെയൊക്കെ ചുവട് പിടിച്ചുകൊണ്ടാണ് ദാർശനിക ശാസ്ത്രജ്ഞന്മാർ, ശാസ്ത്രത്തിൻ്റെ കമൻറ്റേറ്റേഴ്സ് പലരും പോസ്റ്റ് ഹ്യൂമൻ അഥവാ ഉത്തര മാനുഷിക മനുഷ്യൻ എന്ന് തുടങ്ങിയ സംജ്ഞകളൊക്കെ ഇന്ന് ഉപയോഗിച്ചു വരുന്നത്. ട്രാൻസ് ഹ്യൂമനിസം എന്ന് പറയും. മനുഷ്യന് അതീതമായ അവസ്ഥ എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് വിവർത്തനം ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പം മനുഷ്യൻ്റെ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് എല്ലാവിധ കഴിവുകളുമുള്ള അപാരമായ ബുദ്ധിശക്തിയുള്ള ഒരു മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചെടുക്കുവാനുള്ള പരിശ്രമത്തെയാണ് നമ്മൾ ട്രാൻസ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. ഈ ആമുഖത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എത്രയധികം ദാർശനികമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും വിപ്ലവാത്മകമായിരിക്കും, എത്രമാത്രം വെല്ലുവിളികൾ ഉയർത്തുന്നവയായിരിക്കും ഇത്തരം നിഗമനങ്ങൾ, അവകാശവാദങ്ങൾ എന്ന്. ഈ കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ചാ വിഷയമാക്കുന്നത്. ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യനിലെ പരിണാമ പ്രക്രിയ
ശാസ്ത്രത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് കരുതുന്ന ശാസ്ത്രചിന്തകർ ഏറെയുണ്ട്. പ്രശസ്തരായ നിരവധി ശാസ്ത്രജ്ഞർ ശാസ്ത്രത്തിൻ്റെ ക്രിയാത്മകമായ സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് ഗവേഷണങ്ങളിൽ മുന്നേറുന്നു. ജീവശാസ്ത്രത്തിൻ്റെ വിവിധ ശാഖകളും ജനിതകശാസ്ത്രവും സമന്വയിപ്പിച്ചുകൊണ്ട് ഇന്ന് നാം കാണുന്ന മനുഷ്യനിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയാണ് ട്രാൻസ്ഹ്യൂമനിസ്റ്റുകളായ ശാസ്ത്രകാരന്മാർ ലക്ഷ്യം വയ്ക്കുന്നത്. അതിബുദ്ധിമാന്മാരും എന്തും കയ്യെത്തിപ്പിടിക്കാൻ പ്രാപ്തരും മരണം പോലും അന്യമായവരുമായ അത്തരമൊരു വർഗം പുതുതലമുറ മനുഷ്യരെ ശാസ്ത്രത്തിന് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അവർ അവകാശപ്പെടുന്നു. നാച്ചുറൽ പ്രോസസ് ഓഫ് എവല്യൂഷൻ വർഷങ്ങളോളം കഴിഞ്ഞിട്ട്, ലക്ഷങ്ങളോളം വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ മനുഷ്യരായി തീർന്നത്. പക്ഷെ ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ കയ്യിൽ തന്നെ ആ എവല്യൂഷനെ കണ്ടിന്യൂ ചെയ്യുവാൻ, റെവല്യൂഷണറി രീതിയിൽ കണ്ടിന്യൂ ചെയ്യുവാനുള്ള രീതിയുണ്ട്, അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട് എന്നാണ് ഇവർ വാദിക്കുന്നത്. ബയോളജിക്കൽ പോസിബിലിറ്റിയേക്കാളും കൂടുതലായി അതൊരു ഫിലോസഫിയായി മാറിയിരിക്കുകയാണ്. നമ്മൾക്ക് നമ്മളെ തന്നെ വേറൊരു രീതിയിൽ മാറ്റുവാൻ പറ്റുമോ? നമ്മളായ ഹോമോസാപ്പിയൻസ് നമ്മളുടെ ടെക്നോളജി ഉപയോഗിച്ച് നമ്മളെ വേറെ ഒരു സ്പീഷീസാക്കി മാറ്റുവാൻ പറ്റുമോ? അത് സാധ്യമാണെന്ന് കരുതുന്ന അനേകർ ഇന്ന് ശാസ്ത്രലോകത്തുണ്ടെങ്കിലും വെല്ലുവിളികൾ അനവധിയാണ്. ഇന്നത്തെ ശാസ്ത്രചിന്തകർ പ്രതീക്ഷ വയ്ക്കുന്ന ജൈവസാങ്കേതിക രംഗത്തെ സാധ്യതകളൊന്നും തന്നെ പൂർണ്ണമായി കൈപ്പിടിയിലൊതുക്കാൻ ശാസ്ത്രത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ക്ലോണിംഗ്, സ്റ്റെം സെൽ റിസർച്ച് തുടങ്ങിയ ജൈവസാങ്കേതിക വിദ്യകളുടെയും നാനോ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ മറ്റ് ശാസ്ത്ര സങ്കേതങ്ങളുടെയും സമന്വയത്തിലൂടെയാണ് സ്വപ്നതുല്യമായ ഈ ലക്ഷ്യത്തെ കയ്യെത്തിപ്പിടിക്കാൻ ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ പരിശ്രമിക്കുന്നത്. ജീവനറ്റ മനുഷ്യ ശരീരങ്ങളെ ഇത്തരം ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഭാവിയിലേക്കായി കേടുകൂടാതെ സൂക്ഷിക്കുന്ന പതിവും ഇന്നുണ്ട്. ഇന്നുള്ള മനുഷ്യന്റെ പരിമിതികളെ അതിജീവിക്കുവാൻ സാങ്കേതിക വിദ്യകൾ കൊണ്ട് സാധിക്കുമെന്ന് അനേകർ കരുതുന്നു. അതിനുള്ള ടെക്നോളജികൾ പലരുമുണ്ട്, പലതരത്തിലുള്ള ടെക്നോളജികളുണ്ട്. പക്ഷേ ഒന്നും കംപ്ലീറ്റായി സക്സസ്ഫുൾ ആയിട്ടില്ല. പക്ഷേ ഗവേഷണം വളരെ പ്രോഗ്രസ് ചെയ്യുന്നു. ഒരു പരിധിയിൽ അവർ വിജയിച്ചേക്കാം. ഗവേഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ഗവേഷണമാണ്. ഒന്ന് ക്രയോണിക്സ്. ക്രയോണിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ വളരെ വളരെ ടെമ്പറേച്ചർ ഡൗൺ ആയിട്ട്, ഫ്രിഡ്ജിനേക്കാളുമൊക്കെ വളരെ ടെമ്പറേച്ചർ ഡൗൺ ആയിട്ട് നമ്മളെ ശരീരത്തെ സൂക്ഷിച്ചു വെച്ചിട്ട് അത് കുറേ വർഷം കഴിയുമ്പോൾ പിന്നെ പുറത്തിറക്കി നമ്മുടെ ശരീരത്തെ വേറൊരു രൂപത്തിലുള്ളത് ആക്കുന്നു. ക്രയോണിക്സിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് -200°C ഊഷ്മാവിൽ സൂക്ഷിച്ചിട്ടുള്ള നൂറുകണക്കിന് മൃതദേഹങ്ങളുണ്ട്. കോടികൾ ചെലവഴിച്ചാണ് ശാസ്ത്രത്തിൻ്റെ ഭാവി സാധ്യതകളിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ പല വികസിത രാജ്യങ്ങളിലും സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ജീവനെക്കുറിച്ചുള്ള ചില സങ്കീർണങ്ങളായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുവാൻ ശാസ്ത്രത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ഇത്തരത്തിൽ കേവലം മനുഷ്യ ശരീരങ്ങൾ സൂക്ഷിക്കുക എന്നതിനപ്പുറം ശാസ്ത്രം മറ്റൊന്നുകൂടി ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. മനുഷ്യ മസ്തിഷ്കത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളതെല്ലാം ഒരു കമ്പ്യൂട്ടറിലേക്ക് പകർത്തുക എന്നതാണ് അത്. ഇത്തരത്തിൽ കോപ്പി ചെയ്യപ്പെടുന്ന വിവരങ്ങൾ വരും ഭാവിയിൽ ഒരു കമ്പ്യൂട്ടർ മസ്തിഷ്കത്തിലേക്കോ ശീതീകരിച്ച് സൂക്ഷിച്ചിട്ടുള്ള ഒരു ശരീരത്തിൻ്റെ മസ്തിഷ്കത്തിലേക്കോ അതുമല്ലെങ്കിൽ മറ്റൊരു മനുഷ്യ മസ്തിഷ്കത്തിലേക്കോ പകർത്തുവാൻ കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് തുടർന്നും ജീവിക്കുവാൻ കഴിഞ്ഞേക്കുമെന്ന് ചിലർ വിഭാവനം ചെയ്യുന്നു. ഞാൻ എന്താണോ അതെൻ്റെ ബ്രെയിനിലാണ്. എൻ്റെ ബിലീഫ്, എൻ്റെ ഹിസ്റ്ററി, എൻ്റെ ഫിലോസഫി, എൻ്റെ ഹോപ്സ് അതെല്ലാം എൻ്റെ ബ്രെയിനിലായതുകൊണ്ട് എൻ്റെ ബ്രെയിനിലെ അതിൻ്റെ ഒരു ശരിയായ കോപ്പി വേറെ ഒരു കമ്പ്യൂട്ടറിലേക്ക്, ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യുവാൻ പറ്റുമെങ്കിൽ പിന്നെ എനിക്കെൻ്റെ ശരീരം വേണ്ട. ശരീരത്തെ നമുക്ക് മറ്റുള്ള റോബോട്ട്സ് ആയിട്ട് മാറ്റി വെച്ചിട്ട് അവിടെ കിടക്കുന്ന ബ്രെയിനിനെ നമ്മളുടെ ബ്രെയിനിനെ പോലെ തന്നെ നമ്മൾ
അവിടെ നിന്ന് ആ ബ്രെയിനിൽ നിന്ന് സിഗ്നൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഒരു പുതിയ രീതിയിലുള്ള മനുഷ്യനായി തീരാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു പ്രധാനമായ കാരണം ഇതാണ്, നമുക്ക് നമ്മളുടെ മരണത്തെ അതിജീവിക്കുവാൻ പറ്റും. ഒരു കമ്പ്യൂട്ടറിലേക്ക് എൻ്റെ മുഴുവൻ ബ്രെയിനും അപ്ലോഡ് ചെയ്യുകയാണ് എങ്കിൽ പിന്നെ മരണമെന്നുള്ള ഒരു നമ്മുടെ സങ്കല്പം തന്നെ മാറേണ്ടിയിരിക്കുന്നു. എന്നാൽ ബ്രെയിൻ അപ്ലോഡിങ്ങിനുള്ള സാങ്കേതികവിദ്യ ഫലപ്രദമായി രൂപപ്പെടുത്തുവാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞാലും ആ വ്യക്തിക്കുണ്ടായിരുന്ന ചിന്താശേഷിയും ബുദ്ധിശക്തിയും ക്രിയാത്മകതയും അയാളുടെ തലച്ചോറിനുണ്ടായിരുന്ന അനന്ത സാധ്യതകളും പുനരാവിഷ്കരിക്കുവാൻ കഴിയുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി അവശേഷിക്കുന്നു. ജനിതകശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളും ഏറെ മുന്നേറുന്നുണ്ട്. ഇന്നോളം ജനിതക സംബന്ധമായി ശാസ്ത്രം നേടിയെടുത്തിട്ടുള്ള തിരിച്ചറിവുകളുടെയും ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെയും മറ്റും വെളിച്ചത്തിൽ ചില ശാസ്ത്രജ്ഞർ മുന്നിൽ കാണുന്ന ലക്ഷ്യങ്ങൾ വളരെ വിശാലമാണ്. പരിണാമം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തിച്ചേർന്നപ്പോൾ നേരിയ ജനിതക വ്യതിയാനങ്ങളോടെ മനുഷ്യൻ രൂപം കൊണ്ടെങ്കിൽ ശാസ്ത്രസങ്കേതങ്ങൾ ഉപയോഗിച്ച് പരിണാമത്തെ ഒരു തലം കൂടി മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് കഴിയുമെന്ന് അവർ വാദിക്കുന്നു. ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായമനുസരിച്ച് ഒരു ചിമ്പാൻസിയും ഒരു മനുഷ്യനും തമ്മിൽ, ഹോമോസാപ്പിയൻസ് ആൻഡ് ചിമ്പാൻസി, ആ സ്പീഷീസും തമ്മിൽ വെറും 1% വ്യത്യാസമേ ഉള്ളൂ ജനറ്റിക്കലി സ്പീക്കിംഗ്. അപ്പം അങ്ങനെയാണെങ്കിൽ എങ്ങനെയെങ്കിലും 1% വ്യത്യാസപ്പെടുവാണെങ്കിൽ ഒരു പുതിയ സ്പീഷീസ് ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ. നമ്മുടെ മനുഷ്യനുള്ള ജനറ്റിക്സ് ഒരു പരിധിവരെ നമുക്കറിയുവാൻ പറ്റും. പക്ഷേ നമുക്ക് തന്നെ അറിയാം, ഒരു 90% ഓഫ് നമ്മുടെ ജനറ്റിക് സ്റ്റാഫ് ഇപ്പോൾ ജങ്ക് DNA ആണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് മുഴുവനും അറിയാതെ നമുക്കറിയാവുന്ന 10% ജനറ്റിക് സ്റ്റാഫ് കൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധിവരെ പ്ലേ ചെയ്യാം, കളിക്കുവാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഭാവി നമുക്ക് എങ്ങനെയാണ് വരാൻ പോകുന്നതെന്ന് ഒരു കോഷൻ വേണം, ഒരു കെയർഫുൾ സ്റ്റഡി വേണം. അതല്ല എങ്കിൽ നമ്മൾ ഒരു തരത്തിലുള്ള മെയ്ഡ് ടു ഓർഡർ ബേബീസിനെ നമ്മൾ സൃഷ്ടിക്കുന്നു. പക്ഷേ അത് ആ മെയ്ഡ് ടു ഓർഡർ ബേബീസ് നമ്മൾ പറയുന്നത് പോലെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ മാത്രമാകണമെന്നില്ല. നമുക്കറിയാം, മനുഷ്യൻ്റെ ഹോമോസാപ്പിയൻസിൻ്റെ ജീനോം പ്രോജക്റ്റ് സ്റ്റഡി ചെയ്തു, അതും 10 വർഷം മുമ്പ്. ഇനി ശാസ്ത്രജ്ഞന്മാർക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ തന്നെ മനുഷ്യൻ്റെ കോശങ്ങളിലേക്ക് ഒരു ജീനോം, ഒരു ജീന് എങ്ങനെയെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ അത് നമ്മളുടെ ഹോമോസാപ്പിയൻസിനേക്കാളും കഴിവുള്ള വേറെ ഒരു തരത്തിലുള്ള ജീവിയായി മാറും. ഇതുവരെയായിട്ടും അങ്ങനെ നടന്നിട്ടില്ല. ഇപ്പോൾ അത് നമ്മുടെ ഇമാജിനേഷനിൽ മാത്രമാണ്. പക്ഷേ അതിനുള്ള സാങ്കേതിക വിദ്യ ശാസ്ത്രത്തിന് ഇപ്പോഴല്ലെങ്കിൽ ഈ അടുത്ത ഭാവിയിൽ ഉണ്ടാകുമെന്നാണ് അവരുടെ വിശ്വാസം. മറ്റു പല രീതികളിലും എന്നതുപോലെ ജനിതക സംബന്ധമായും ജീവിച്ചിരിക്കുന്നവയുടെ ഭാവി സാധ്യതകളിൽ ഇടപെടുവാൻ ശാസ്ത്രത്തിന് കഴിയും എന്നതിൽ സംശയമില്ല. എന്നാൽ ശാസ്ത്രത്തിൻ്റെ ഇടപെടലുകൾ മനുഷ്യവംശത്തിൽ സൃഷ്ടിക്കുന്നത് ഏതു വിധത്തിലുള്ള മാറ്റങ്ങളായിരിക്കും എന്നതിൽ അനേകർ ആശങ്കാകുലരാണ്. പ്രത്യേകിച്ച് ഇത്തരം സങ്കീർണ ജൈവ മേഖലകളിലെ ശാസ്ത്രീയ ഇടപെടലുകൾ പലപ്പോഴും ശാശ്വതമായ നേട്ടങ്ങൾക്ക് ഇടയാക്കിയിട്ടില്ല എന്ന പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും ജനിതക സംബന്ധമായുള്ള ഇത്തരം ഗവേഷണങ്ങൾ വിപരീത ഫലങ്ങൾക്ക് കാരണമായേക്കും. ഇത് ശരിയാണ്. നമുക്ക് ജനറ്റിക് മാനിപ്പുലേഷൻ ഇപ്പോൾ പോസിബിൾ ആണ്. പക്ഷേ എന്ന് വെച്ച് ശാസ്ത്രം അതിൻ്റെ ധാർമ്മികതയെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ മുൻപോട്ട് പോകുവാൻ പറ്റുകയുള്ളൂ. നമുക്കിപ്പോൾ അറിയാമല്ലോ, മനുഷ്യനെ ക്ലോൺ ചെയ്യുക എന്നുള്ള ആശയം നമ്മുടെ ഇടയിൽ ഉണ്ട്. പക്ഷേ അത് എല്ലാ ഗവൺമെൻറ്റും എല്ലാ മതങ്ങളും അതിനെ റിജക്റ്റ് ചെയ്യുകയാണ്. അത് നമ്മുടെ മനുഷ്യൻ്റെ യുണീക്നെസ്, ധാർമ്മികത, സ്പിരിച്വാലിറ്റി എന്നിവയെ ചോദ്യം ചെയ്യുന്നത് കൊണ്ടാണ്. ടെക്നോളജി ഒരു പരിധിവരെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ എവറിത്തിങ് ഈസ് പോസിബിൾ, ടെക്നോളജിക്കലി പോസിബിൾ. ദേ മേ നോട്ട് ബി
morally and spiritually good and useful for human beings. ആധുനിക ലോകത്തിലെ ട്രാൻസ്ഹ്യൂമനിസ്റ്റ് ചിന്താഗതികൾക്ക് ഒരു നൂറ്റാണ്ടിനടുത്ത ചരിത്രമുണ്ട്. 1923 ബ്രിട്ടീഷ് ജനിതക ശാസ്ത്രജ്ഞനായ JBS ഹാൾഡെയ്ൻ തൻ്റെ ഒരു ലേഖനത്തിലൂടെ അവതരിപ്പിച്ച ഈ ആശയം പിൽക്കാലത്ത് ഏറെ വളർന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നാനോ ടെക്നോളജി തുടങ്ങിയ സാങ്കേതിക ആശയങ്ങളുടെ കൂടി പിൻബലത്തിൽ ശക്തി പ്രാപിച്ച് വിവിധ മേഖലകളിൽ നിന്നുള്ള ശാസ്ത്രചിന്തകരും ആശയങ്ങളും ഉൾപ്പെട്ട പ്രബലമായൊരു തത്വശാസ്ത്രമായി ക്രമേണ അത് രൂപപ്പെട്ടു. ഇന്ന് ഈ രംഗത്തുള്ള അതികായന്മാരിൽ ഒരാളായ ഓക്സ്ഫോർഡിലെ നിക് ബോസ്ട്രോം എന്ന ശാസ്ത്രചിന്തകന്റെ നേതൃത്വത്തിൽ 1998 വേൾഡ് ട്രാൻസ്ഹ്യൂമനിസ്റ്റ് അസോസിയേഷൻ എന്ന ഒരു സംഘടനയും രൂപപ്പെടുകയുണ്ടായി. ഇന്ന് ഈ രംഗത്ത് സജീവമായിരിക്കുന്ന ശാസ്ത്ര സമൂഹങ്ങളും വ്യക്തികളും ഏറെയുണ്ട്. മെയിൻ തീസിസ് ഇതാണ്: നമുക്ക് നമ്മളുടെ തന്നെ സാങ്കേതിക ശാസ്ത്രീയ കഴിവുപയോഗിച്ച് നമ്മളെ തന്നെ വേറെ ഒരു മനുഷ്യനായി മാറ്റുവാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇതിനുവേണ്ടി ഗൂഗിൾ ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുണ്ട്. ശാസ്ത്രജ്ഞന്മാരും ഫിലോസഫേഴ്സും കെവിൻ വാർവിക്, നിക് ബോസ്ട്രോം എന്നുള്ള പ്രൊഫസേഴ്സ്, ശാസ്ത്രജ്ഞന്മാർ ഇതിൻ്റെ മുമ്പിൽ രംഗത്ത് വരുന്നു. പിന്നെ ഇതിൻ്റെ പുറകെ ഗവേഷണത്തിനായി ഇഷ്ടം പോലെ ഡോളേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യമേ പറയാൻ പറ്റുള്ളൂ: ഇപ്പോഴത്തെ സ്ഥിതിയിൽ നോക്കിയാൽ ഒരു ട്രാൻസ്ഹ്യൂമൻ സ്റ്റേജായി വരുവാനുള്ള ഭാവി വളരെ കുറവാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിനൈ ചെയ്യുവാൻ പറ്റുകയില്ല. ശാസ്ത്രം ഉപയോഗിച്ച് വേറൊരു തരത്തിലുള്ള ട്രാൻസ്ഹ്യൂമനെ സൃഷ്ടിക്കുവാൻ പറ്റുമോ? മിക്കവാറും സാധിക്കുകയില്ല. പക്ഷേ ആ പോസിബിലിറ്റി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിനൈ ചെയ്യുവാൻ സാധിക്കുകയില്ല. ട്രാൻസ്ഹ്യൂമനിസം എന്ന വിശാലമായ തത്വശാസ്ത്രത്തിന് അർത്ഥതലങ്ങൾ പലതുണ്ട്. കേവലം പുതിയൊരു മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുക എന്നതിനപ്പുറമുള്ള മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി മുന്നിൽ കാണുന്നവരുണ്ട്. ദൈവത്തിൻ്റെ സ്ഥാനത്തെയും ഇടപെടലുകളെയും തള്ളിപ്പറയുകയാണ് അതിലൊന്ന്. ദൈവത്തിൻ്റെ സ്ഥാനം തുടർന്ന് തങ്ങൾ കാണുന്ന മിഥ്യാധാരണയോടെ ദൈവതുല്യരായി തങ്ങളെ തന്നെ അവതരിപ്പിക്കും വിധമുള്ള ചില അവകാശവാദങ്ങളുമുണ്ട്. എല്ലാ തരത്തിലും അപൂർണരായ മനുഷ്യർ മേൽപ്പറഞ്ഞ ചിന്താഗതികളോടെ ഈ രംഗത്ത് ഇടപെടാൻ തുനിഞ്ഞാൽ അത് മാനവരാശിക്ക് തന്നെ ദോഷകരമായിരിക്കും എന്നത് തീർച്ചയാണ്. സാധാരണമായി നമ്മൾ പറയുന്നത് ഗോഡ് ഈസ് ദ ക്രിയേറ്റർ, ഗോഡ് ഈസ് ദ ഒറിജിൻ ഓഫ് അവർ ലൈഫ്. അതായത് ദൈവത്തിന് മാത്രമേ ഒരു ജീവനെ ഉണ്ടാക്കുവാൻ പറ്റും, ദൈവത്തിന് മാത്രമേ ഈ ജീവൻ്റെ അന്തം വരുത്തുവാനുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. പക്ഷെ ഇപ്പോൾ നമ്മളുടെ തന്നെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു പുതിയ സ്പീഷീസിനെ, അതായത് നമ്മളെക്കായാലും കടന്നു വിട്ടുന്ന ഒരു സ്പീഷീസിനെ ഉണ്ടാക്കുകയാണ് എങ്കിൽ നമുക്ക് പറയാൻ പറ്റും that is playing God. Then if we are playing God, if we take on the responsibilities of God for both creation and destruction, ജീവൻ ഉണ്ടാക്കുവാനും ജീവനെ നഷ്ടപ്പെടുത്തുവാനുമുള്ള ആ അവകാശം നമ്മളുടെ കയ്യിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അത് നമ്മളെ തന്നെ ദൈവത്തിന് തുല്യമാക്കും. That would be the hubris, arrogance which will pull human beings down. നമ്മളുടെ തന്നെ നൊബിലിറ്റി, നമ്മളുടെ തന്നെ ഡിഗ്നിറ്റിയെ അത് ചോദ്യം ചെയ്യുവാൻ സാധിക്കും. ഒരു പരിധിക്കപ്പുറമുള്ള ഈ മേഖലയിലെ ഇടപെടലുകളിലൂടെ ശാസ്ത്രം മനുഷ്യനെ കേവലമൊരു ഭൗതിക ജീവരൂപം എന്നു മാത്രമുള്ള അർത്ഥത്തിൽ സമീപിക്കുന്നു. ജനനത്തിനും മരണത്തിനുമിടയിലുള്ള പരിമിതമായ ജീവകാലത്തിനപ്പുറം മനുഷ്യനെന്നാൽ മറ്റൊന്നുമല്ല എന്ന ധാരണയിൽ ജീവിക്കുന്ന ചിലരുണ്ട്. അത്തരമൊരു വിഭാഗത്തിൻ്റെ ഇടപെടലുകൾ മനുഷ്യജീവൻ്റെ മൂല്യത്തെയും മനുഷ്യൻ്റെ മഹത്വത്തെയും വില കുറച്ച് അവതരിപ്പിച്ചേക്കാം.
ട്രാൻസ്ഹ്യൂമനിസവും അതുപോലെ എൻഹാൻസ്മെൻറ്റ് ഓഫ് ഹ്യൂമൻസിനെ പറ്റി പറയുമ്പോൾ ഒരു പ്രീസപ്പോസിഷൻ സയൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് മനുഷ്യൻ ഒരു തരത്തിൽ പറഞ്ഞാൽ വെറും ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് മെഷീൻ മാത്രമാണ്. മനുഷ്യരുടെ മെഷീനാണ്. വെറും ഫിസിക്കൽ എക്സിസ്റ്റൻസോ മനുഷ്യനുള്ളൂ. പക്ഷേ മനുഷ്യൻ വെറും ഫിസിക്കൽ ബീയിങ് മാത്രമല്ല, മനുഷ്യനൊരു സ്പിരിച്വൽ ഡയമെൻഷനുണ്ട്, ഒരു ഇൻറ്റേർണൽ ഡയമെൻഷനുണ്ട്, ഒരു ഇൻറ്റ്യൂറ്റീവ് ഡയമെൻഷനുണ്ട്, ഒരു ഇമ്മെറ്റീരിയൽ ഡയമെൻഷനുണ്ട്. ഈ കാര്യങ്ങൾ സയൻസ് ചിന്തിക്കുന്നുണ്ടെന്ന് പോലും തോന്നുന്നില്ല. അതിനെപ്പറ്റി ഡോക്ടർ കുരുവിളയുടെ അഭിപ്രായം എന്താണ്? ഒരു പരിധിവരെ അത് സത്യമാണ്. നമുക്ക് നമ്മളെ തന്നെ ഒരു മെഷീനായി കണ്ടിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് വേറെ ഒരു രീതിയിലുള്ള അതീവ മനുഷ്യനായി തീർക്കുവാൻ സാധിക്കുമെങ്കിൽ നമ്മളുടെ ശരീരത്തെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളുടെ ബ്രെയിൻ, അതായത് ആ മെക്കാനിക്കൽ ബ്രെയിനിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളൊരു വേറൊരു രീതിയിലുള്ള മനുഷ്യനായി തീരുന്നു. ഇതിനെക്കുറിച്ചൊരു 10 വർഷം മുമ്പ് ഞാൻ ഓക്സ്ഫോർഡിൽ വെച്ച് കുറേ ഗവേഷകരോട് സംസാരിക്കുകയുണ്ടായിരുന്നു. നിക് ബോസ്ട്രോവും അവിടെ ഉണ്ടായിരുന്നു. അവരുടെ അഭിപ്രായത്തിൽ നമ്മൾ ഈ സ്പിരിച്വൽ ആസ്പെക്റ്റ് അല്ലെങ്കിൽ മോറൽ ഫിലോസഫിക്കൽ ആസ്പെക്റ്റ് അവർ ഡിനൈ ചെയ്യുന്നില്ല. പക്ഷെ അവർ പറയുന്നത് ഈ മെക്കാനിക്കൽ ആസ്പെക്റ്റിൽ നിന്നാണ് ഈ മോറൽ ആസ്പെക്റ്റ് വരുന്നത്. അതായത് മാർക്സിസ്റ്റ് പറയുന്നത് പോലെ ഇതെല്ലാം ഈ നമ്മുടെ സ്പിരിച്വൽ എസ്തറ്റിക് ആസ്പെക്ട്സ് എല്ലാം നമ്മളുടെ മെക്കാനിക്കൽ അല്ലെങ്കിൽ മെറ്റീരിയൽ ആസ്പെക്റ്റിൻ്റെ ഒരു എപ്പി ഫിനോമിനനാണ്. ആ എപ്പി ഫിനോമിനൻ നമ്മുടെ മെക്കാനിക്കൽ ആസ്പെക്റ്റ് മാറുന്നത് പോലെ എപ്പി ഫിനോമിനനും മാറും. പക്ഷേ അത് കാരണം നമ്മുടെ ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ്, മോറൽ ക്വസ്റ്റ്യൻസ്, സ്പിരിച്വൽ ക്വസ്റ്റ്യൻസ് അതിനെ അവർ കംപ്ലീറ്റായിട്ട് റിജക്റ്റ് ചെയ്യുന്നില്ല. അവരുടെ അഭിപ്രായം നമ്മളുടെ ബ്രെയിനെ ട്രാൻസ്ഫോം ചെയ്യുക, നമ്മളുടെ ശരീരത്തെ ട്രാൻസ്ഫോം ചെയ്യുക, നമ്മളുടെ ജനറ്റിക്സിനെ ട്രാൻസ്ഫോം ചെയ്യുക, അതനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളുടെ മറ്റുള്ള വശങ്ങൾ, അതായത് സ്പിരിച്വൽ എസ്തറ്റിക് വശങ്ങളും മാറിക്കൊണ്ടിരിക്കും എന്നാണ്. പക്ഷേ അത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് പഠിച്ചിട്ട് മാത്രമേ മുൻപോട്ട് പോകുവാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മരണത്തെ അതിജീവിക്കുവാൻ മനുഷ്യന് കഴിയുമോ? എക്കാലത്തെയും അനവധി ചിന്തകരുടെയും ശാസ്ത്രകാരന്മാരുടെയും മനസ്സിനെ അലട്ടിയിരുന്ന ഒരു ചോദ്യം. ട്രാൻസ്ഹ്യൂമനിസ്റ്റുകളായ ആധുനിക ശാസ്ത്രജ്ഞർ സമീപഭാവിയിൽ അത് സാധ്യമാകുമെന്ന് അവകാശപ്പെടുന്നു. എന്നാൽ ജീവിതവും മരണവുമായി ബന്ധപ്പെട്ട തത്വശാസ്ത്രങ്ങൾ വളരെ ആഴമുള്ളതാണ്. അത്തരമൊരു നേട്ടം ശാസ്ത്രത്തിന് ഒരിക്കൽ ഉണ്ടായേക്കുമോ എന്ന ചോദ്യത്തേക്കാൾ മരണമില്ലാത്ത അവസ്ഥ എന്ന ആശയത്തിന് തന്നെ അടിസ്ഥാനപരമായ ചില ധാർമ്മിക പ്രശ്നങ്ങളുണ്ട്. വേറെ ഒരു വലിയ സങ്കീർണമായിട്ടുള്ള പ്രശ്നം ഈ ട്രാൻസ്ഹ്യൂമനിസത്തിലുണ്ട്. അതാണ് അവരുടെ ക്ലെയിം. അത് ഒരു കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മരണത്തെ തന്നെ അതിജീവിക്കുവാൻ പറ്റും എന്ന് പറഞ്ഞാൽ അന്നത്തെ ഈ സൂപ്പർ ജെൻറിച്ച് ആളുകൾ മരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം നമ്മളുടെ ജീവിതകാലം ഒരു 70, 80, 90 വയസ്സുണ്ട്. അത് ശാസ്ത്രത്തിന് 120 വയസ്സ് വരെ ആക്കുന്നതിന് ശാസ്ത്രത്തിന് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ എന്നാലും നമ്മളാക്കുന്നത് മരണത്തിനോടുള്ള ഭയം മാത്രമല്ല, മരണം ഉണ്ട് എന്നുള്ള ഐഡിയ നമുക്കുണ്ട്. അത് കാരണമാണ് നമുക്ക് ഇപ്പോൾ ഇതെല്ലാം വേഗം ചെയ്യണം, ഇതെല്ലാം നമുക്ക് കിട്ടണം, ഇതിൻ്റെ ജീവിതത്തിനൊരു അർത്ഥമുണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഫിലോസഫറായ ഹൈഡഗർ പറയുന്നത് മനുഷ്യ ജീവിതം ഈസ് ബീയിങ് അൺ ടു ഡെത്ത് എന്നുള്ളതാണ്. മരണം ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ ട്രാൻസ്ഹ്യൂമനിസ്റ്റിൻ്റെ ക്ലെയിം നമുക്ക് എല്ലാത്തിനെയും അതിജീവിക്കാൻ പറ്റും, മരണത്തെയും. മരണം ഒരു തരത്തിലുള്ള ഒരു സിക്നെസ്സാണ്. അതിനെ ഹീൽ ചെയ്യണം, അതിനെ ഓവർകം ചെയ്യണം. അങ്ങനെയുള്ള ഒരു ഫിലോസഫി വന്നാൽ അത് നമ്മളെ വളരെയധികം ബാധിക്കും. നമ്മളുടെ സ്പിരിച്വൽ ലൈഫ് മാത്രമല്ല, നമ്മളുടെ സാമൂഹിക ജീവനും നമ്മളുടെ തന്നെ പ്രഷ്യസ് ആയിട്ടുള്ള ഡിഗ്നിറ്റിയെയും അത് ഭാവിക്കുവാനുള്ള സാധ്യതയുണ്ട്. മരണമില്ല എന്നുള്ള ആ പറച്ചിൽ പോലും നമ്മളുടെ ജീവിതത്തെ ത്രട്ടൺ ചെയ്യുന്നതാണ്. ട്രാൻസ്ഹ്യൂമനിസം എന്ന ആശയം
വലിയ ചർച്ചകൾക്ക് കാരണമാകുന്നുവെങ്കിലും പൂർണ്ണമായ അർത്ഥത്തിൽ അത് ഇന്നും ഒരു വിദൂര സാധ്യത മാത്രമാണ്. കാരണം മനുഷ്യ ശരീരവും അവൻ്റെ മസ്തിഷ്കവും സർവോപരി ജീവനും ശാസ്ത്രത്തിനു മുന്നിൽ അതിസങ്കീർണമായ പഠന വിഷയങ്ങളാണ്. ഉത്തരമില്ലാത്ത നിരവധി ചോദ്യങ്ങൾ ഇന്നും അവശേഷിക്കുന്നു. എന്നാൽ എന്നെങ്കിലും ഒരിക്കൽ ശാസ്ത്രം അതിബുദ്ധിമാനായ മനുഷ്യനെ നിർമ്മിക്കുക എന്ന നേട്ടം കൈവരിച്ചാലും അതിനെ നാം ഒരു പരിധിക്കപ്പുറം ആശങ്കയോടെ കാണേണ്ടതില്ല എന്നതാണ് വാസ്തവം. കാരണം ബുദ്ധിയും ചിന്താശേഷിയും വളരെ ഉയരത്തിലായിരുന്നാൽ അവൻ ഒരുപക്ഷെ ബുദ്ധി കൊണ്ട് തൻ്റെ സൃഷ്ടാവിന് കൂടുതൽ സമീപസ്ഥനായിരിക്കും. ഉത്തരമാനുഷിക മനുഷ്യനുണ്ടെങ്കിൽ എല്ലാ അർത്ഥത്തിലും അവൻ മനുഷ്യൻ്റെ അവസ്ഥകളെ അതിലംഘിക്കുന്നവനായിരിക്കണം. കഴിവുകളിൽ മാത്രമല്ല, ഭാവനയിലും ദർശനത്തിലും വിശ്വാസത്തിലും ചിന്തയിലും കവിതയിലും കവിത്വത്തിലും സാഹിത്യത്തിലും എല്ലാം അവൻ മനുഷ്യൻ്റെ ചിന്തയെ അതിലംഘിക്കുന്നവനായിരിക്കണം. ആ പരിമിതികളെ കടന്നു പോകുന്നവനായിരിക്കണം. ഇവയിലെല്ലാം വലിയ വളർച്ച കൈവരിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ അത്തരമൊരു മനുഷ്യ പ്രതിഭാസം ഉണ്ടാകുകയാണ് എങ്കിൽ അത് വിശ്വാസത്തിന് ശോഭനീയമായ ഒരു വാർത്തയായിട്ട് തന്നെ കണക്കാക്കാമെന്ന് തോന്നുകയാണ്. തെയ്യാർദ് ഷർദാൻ മനുഷ്യനെ പറ്റി പറയുന്നുണ്ടല്ലോ, നമ്മൾ പലപ്പോഴും ഉദ്ധരിച്ചിട്ടുള്ളതാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് പരിണാമം ആത്മബോധം കൈവരിച്ചിട്ടുള്ള പ്രതിഭാസമാണത്രേ. പരിണാമം സെൽഫ് അവെയർനെസ്, സെൽഫ് കോൺഷ്യസ് ആയിട്ട് മാറിയതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഇനി പരിണാമം നടക്കേണ്ടത് മനുഷ്യനിലൂടെയാണത്രേ. പരിണാമത്തിൻ്റെ കടിഞ്ഞാൺ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൂടെ പരിണാമത്തിൻ്റെ പ്രയാണത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള ദൈവികമായ ഉത്തരവാദിത്വം തന്നെ മനുഷ്യനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഇത് നമ്മൾ അങ്ങേയറ്റം സ്വാർത്ഥമതികളാണ്. അതുകൊണ്ടാണ് ഇത്രമാത്രം കലഹങ്ങളും യുദ്ധങ്ങളും ഒക്കെ ചരിത്രത്തിലും ലോകത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ശാസ്ത്രം ഇതിനൊക്കെ ഒരു പരിഹാരം കൊണ്ടുവരുമോ? നമ്മുടെയൊക്കെ സ്വാർത്ഥതയെ അതിലംഘിച്ച് സഹകരണത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സമന്വയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ മേധാവിത്വമുള്ള ഒരു ലോക വ്യവസ്ഥിതിയെ തന്നെ ജനിപ്പിക്കുവാൻ ഉത്തരമാനുഷിക മനുഷ്യരുടെ ആവിർഭാവം ഹേതുവാകുന്നുവെങ്കിൽ ദൈവശാസ്ത്ര ദൃഷ്ടിയ അത് ദൈവത്തിൻ്റെ ഇടപെടലും പദ്ധതിയുടെയും ഭാഗം തന്നെയാണ്. അതിനെയാണ് നമ്മൾ ന്യൂമെറ്റോളജിക്കൽ ക്രിയേഷൻ, പരിശുദ്ധാത്മാവിലൂടെ സംഭവിക്കുന്ന അനുസ്യൂതമായ സൃഷ്ടി എന്നതുകൊണ്ട് വിഭാവനം ചെയ്യുന്നത്. ട്രാൻസ്ഹ്യൂമനിസം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഏറെ ആഴമുള്ളവയാണ്. മനുഷ്യനിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന അനന്ത സാധ്യതകളുടെ ചില സൂചനകൾ ഈ വിഷയം നമുക്ക് നൽകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു നൂറ്റാണ്ട് നീണ്ട ശാസ്ത്രത്തിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായാലും ഇല്ലെങ്കിലും ഈ പഠനങ്ങൾ ശാസ്ത്രത്തിനും മാനവ സമൂഹത്തിനും നൽകുന്ന തിരിച്ചറിവുകൾ ഏറെയാണ്. അത് ഒരു സൃഷ്ടാവിൻ്റെ പ്രാധാന്യത്തെ അടിവരയിട്ട് ഉറപ്പിക്കുന്നതോടൊപ്പം അവിടുത്തെ മാഹാത്മ്യത്തെക്കുറിച്ചുള്ള തികഞ്ഞ ബോധ്യം നമുക്ക് നൽകുകയും ചെയ്യുന്നു. ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന ഈ ശാസ്ത്ര മതസംവാദ പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഈ ഡോക്യുമെൻ്ററി പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സപ്പ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 9745901960. ജീവൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇന്നും ജീവശാസ്ത്രങ്ങളിലെ വലിയൊരു സമസ്യയും രഹസ്യവുമായിട്ട് നിലകൊള്ളുകയാണ്. ഒരുപാട് ഗവേഷണങ്ങൾ ഈ മേഖലയിൽ നടന്നിട്ടുണ്ട് എങ്കിലും ജീവൻ്റെ ഉത്ഭവത്തിൻ്റെ രഹസ്യത്തിൻ്റെ ചുരുളഴിക്കുവാൻ ഇതുവരെയും ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല. ഇങ്ങനെ പല പല ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈഫ് ഇങ്ങനെ നമുക്ക് വിവരിക്കാമെങ്കിലും സമ്പൂർണ്ണമായും ജീവനെക്കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ, അതിനൊരു നിർവചനം കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം ജീവനെ പൂർണ്ണമായും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. പ്രിമിറ്റീവ് സ്റ്റഫ്, ഒറിജിനൽ സ്റ്റഫ് എവിടെ നിന്ന് വന്നു എന്ന കാര്യത്തിൽ ആർക്കും ഒരു ശരിയായ ഉത്തരം തരാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള നിയമങ്ങൾ, രീതികൾ എവിടെ നിന്ന് വന്നു, ഇതിനുള്ള ലോസ് എവിടെ നിന്ന് വന്നു, ഇതിനുള്ള ശക്തി എവിടെ നിന്ന് വന്നു, ഈ കാര്യത്തെപ്പറ്റിയും ഇന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് ശരിയായ യാതൊരു ഉത്തരവും തരാൻ സാധിക്കുന്നില്ല.